മോര് കറി വെച്ചാലോ? ഇതാ നമ്മൾ സൂപ്പറായിട്ടൊരു വഴുതനങ്ങ വാങ്ങിയിട്ടുണ്ട്. ഇതിതാ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്ത് നമ്മൾ സെറ്റാക്കി വരും കേട്ടോ. നമ്മുടെ വീഡിയോസുകളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം തന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പികൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഫുൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല നമുക്ക് കമൻറ്റ്സ് ഭയങ്കര കുറവാണ് കേട്ടോ. ഒന്നും മടിക്കണ്ട, കമൻറ്റ് ഇട്ടോളൂ. നമ്മളും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വഴുതനങ്ങ മോര് കറിയിലേക്ക് പോകാം. വഴുതനങ്ങ കംപ്ലീറ്റ് നമ്മളിതാ കഴുകി വൃത്തിയാക്കി ഒരു എന്താ പറയുക കുറച്ച് സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് വലിയ വഴുതനങ്ങ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 4ആയിട്ട് ഭാഗിച്ചിട്ടൊക്കെ കീറിയിരിക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനും കളറിനും ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇതിൽ ഓരോ കഷ്ണത്തിലും ഇത് നന്നായി മിക്സ് ചെയ്യണം. പിന്നെ വേണ്ടുന്നത് ഉപ്പാണ്. ഒരുപാട് ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ഇത് കാരണം ഇത് ഫ്രൈ ആകുമ്പോൾ ഒത്തിരി കട്ടി കുറഞ്ഞിങ്ങനെ വരുന്നത് കൊണ്ട് ഉപ്പ് അധികം വേണ്ട, പിന്നീട് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ സാധനമാണ്, ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റും ക്രിസ്പിയും വരുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ നമ്മളൊരു 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മുടെ മസാല കംപ്ലീറ്റ് എല്ലാ വഴുതനങ്ങയിലും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പീസിലും ഇത് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ, മസാല എല്ലാം ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കോൺഫ്ലവറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഈ മസാലയൊക്കെ എണ്ണയിലേക്ക് ഉതിർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചു. നന്നായിട്ട് എണ്ണ ഇങ്ങനെ ചൂടായി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ വഴുതനങ്ങ കുട്ടന്മാരെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഓരോന്നോരോന്ന് കറിവേപ്പിലയുടെ മുകളിലേക്ക് ചാമ്പി കൊടുത്തു. ഇതിങ്ങനെ കംപ്ലീറ്റ് നമ്മൾ വറുത്തെടുക്കണം. അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 3-4 മിനിറ്റ് തിരിച്ച് മറിച്ച് വിട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ അതവിടെ നിന്നിട്ട് നന്നായിട്ട് ആയി വരട്ടെ. ഫുള്ള് നമുക്കിതുപോലെ പൊരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ചെറുതായിട്ട് ഇതിങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു സംഭവമാണിത്. കംപ്ലീറ്റ് ആകുന്നത് വരെ നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കണ്ടോ, നമ്മളത് കുറച്ച് സമയം സെറ്റാകാൻ വെച്ചതുകൊണ്ട് തന്നെ എണ്ണയിലൊന്നും മസാല വീണിട്ടില്ല. വഴുതനങ്ങ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ അതങ്ങനെ ചെറുതായി പോകും കേട്ടോ. നമ്മളതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കണേ. ഓക്കെ, അതിനുശേഷം ഇതാ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മസാലയും കൂടി ഇത് ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. നമ്മൾ താളിക്കുമ്പോൾ എടുത്തത് കടുക്, ഉലുവ, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ലേശം കായപ്പൊടി, കളർ മാറാൻ വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് ഒരു കുറച്ച് സമയം ഒന്ന് സെറ്റാക്കാൻ വെക്കണം കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാം, ഒരു രക്ഷയില്ലാത്ത
വഴുതനങ്ങ മോരുകറിയാണിത്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായി നമ്മുടെ ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ. താങ്ക് യു സോ മച്ച്.